മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം അയ്യപ്പ സന്നിധിയിൽ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയത് ഇന്നലെയാണ്. 1,859 ഭക്തർ ഇന്നലെ മാത്രം ദർശനം നടത്തി. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ മറക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ ഭക്തർക്ക് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നിരുന്നു. നിലയ്ക്കലിൽ നിന്ന് നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, സ്വാമി ശരണം. എന്തായാലും നിറഞ്ഞ ചിരിയോടുകൂടി സന്നിധാനത്ത് നിൽക്കുകയാണ് മിഥുൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തിരക്ക് ഏറി വരുന്നു. ഇന്നലെ 1 ലക്ഷത്തിലേറെ ഭക്തർ അയ്യപ്പ ദർശനം നടത്തി. എന്താണ് ഇന്നത്തെ രാവിലത്തെ കാഴ്ചകൾ? രാഗി, സ്വാമി ശരണം. ഇന്നും തിരക്കിൽ മാറ്റമില്ല. എല്ലാ ദിവസവും കാണുന്ന അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് നിന്ന് രാവിലെ കാണാനുള്ളത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. അതിനി വരും മണിക്കൂറുകളിലും തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത് തിരക്കിന്റെ കാഴ്ചകൾ മാത്രമാണ്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ എല്ലാ ദിവസവും പുലർച്ചെ എന്ന പോലെ തന്നെ ഇന്നും നിറഞ്ഞിട്ടുണ്ട്. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടത്തിൽ നിന്നും ബാച്ചുകളായി തിരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെയാണ് ഭക്തരെ മുന്നോട്ട് നീക്കുന്നത്. ഇങ്ങനെ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ബാരിക്കേഡിനുള്ളിലും ക്യൂ കോംപ്ലക്സുകൾക്കുള്ളിലുമൊക്കെ കഴിഞ്ഞ 4 ദിവസവും ഭക്തജനങ്ങൾക്ക് കൂടുതൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ചില ഘട്ടങ്ങളിലൊക്കെ അത് 4 മണിക്കൂർ 6 മണിക്കൂർ വരെയൊക്കെ നീണ്ടുപോകുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഫ്ലൈ ഓവറിലേക്ക് വന്നാലും ഫ്ലൈ ഓവറിലെ ക്യൂവും വളരെ സാവധാനമാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സോപാനത്തിന് സമീപത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് വളരെ സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. മറ്റൊരു പ്രത്യേകത, ഇത്തവണ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന തരത്തിലേക്കൊക്കെ ചില സമയങ്ങളിൽ അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില മണിക്കൂറുകളിൽ അയൽ സംസ്ഥാന ഭക്തർ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഫ്ലൈ ഓവറുകളായിരിക്കും നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുക. ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഇത്തവണ മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ഉണ്ട്. താഴെ നടപ്പന്തലിലും സമാനമാണ് അവസ്ഥ. തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് നടപ്പന്തലിന്റെ മുൻഭാഗവും മരപ്പൂട്ടം മുതലുള്ള ഭാഗങ്ങളുമെല്ലാം. നിലയ്ക്കലാണ് പ്രധാനമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മണ്ഡലകാലത്ത് എങ്ങനെയാണോ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തിയത്, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 4 ദിവസമായി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് നിലയ്ക്കലിൽ നിന്നും ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണം ഉൾപ്പെടെ നടത്തുന്നത് നിലയ്ക്കലാണ്. അപ്പോൾ നിലയ്ക്കലിൽ നിന്നും സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ച് നൽകി പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നത് സന്നിധാനത്തെ തിരക്കിന് അനുസൃതമായിട്ടാണ്. പമ്പയിൽ നിന്ന് പിന്നീട് മര കയറി വരുമ്പം നിയന്ത്രണങ്ങൾ ഉള്ളത് മരക്കൂട്ടം മുതലാണ്. മരക്കൂട്ടം, ശരംകുത്തി, ശബരിപീഠം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് ഇന്നലെയാണ്. 1,858 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. ഇതിന് മുൻപുള്ള ദിവസം 98,425 ഭക്തർ, 1 ലക്ഷത്തിനടുത്ത് ഭക്തർ ഇതിന് മുൻപുള്ള ദിവസം ഡിസംബർ 2-ാം തീയതിയും ഡിസംബർ 1-ാം തീയതി 87,774 ഭക്തരും നട തുറന്ന ആദ്യ ദിവസം 57,256 ഭക്തരും ദർശനം നടത്തിയിരുന്നു. ഈ മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ആദ്യ ദിവസം ഡിസംബർ 30-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ തിരക്ക് വർദ്ധിക്കുന്നു. മണ്ഡലകാലത്തേക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെടും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ച ദിവസത്തേക്കാൾ 3000-ത്തിലധികം ഭക്തരുടെ വർധനവ് മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ഡിസംബർ 30-ാം തീയതി ഉണ്ടായി എന്നുള്ളത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. എന്തായാലും വലിയ തിരക്കിന്റെ മണിക്കൂറുകൾ തന്നെയാണ്. മുഴുവൻ സമയവും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് സന്നിധാനവും പരിസര മേഖലകളുമെല്ലാം. ഈ ദർശനം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭക്തരുടെയും വലിയ തിരക്ക് സന്നിധാനത്തെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, അരവണ കൗണ്ടറുകൾക്ക് മുൻഭാഗം, മരാമത്ത് ഓഫീസിന് മുൻഭാഗം, അങ്ങനെ ഭക്തർക്ക് എവിടെയൊക്കെയാണോ വിരിവെച്ച് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമുള്ളത്, ദർശനം കഴിഞ്ഞ് ഭക്തർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സന്നിധാനത്ത് എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഭക്തജനങ്ങൾ കൂടുതലായി തമ്പടിച്ചിട്ടുണ്ട്. ഈ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇങ്ങനെ ഭക്തജന നിബിഡമായിട്ട് സന്നിധാനത്തെ എല്ലാ മേഖലകളും മാറുന്നത് ഈ മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ. ഈ ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങൾ എത്രയും വേഗം തിരികെ മലയിറങ്ങണം എന്നുള്ള ഒരു അറിയിപ്പും ഇപ്പോൾ അനൗൺസ്മെന്റ് ആയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ സന്നിധാനത്ത് മുഴങ്ങുന്നുണ്ട്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയാണ് ദർശനം കഴിഞ്ഞ ഭക്തരെ എത്രയും വേഗം മലയിറക്കുന്നതിനുള്ള ഒരു ശ്രമവും അധികൃതരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മണിക്കൂറിൽ 4000-ത്തിനടുത്ത് ഭക്തജനങ്ങളെയാണ് ശരാശരി 18-ാം പടി കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഞ്ഞയ്യപ്പന്മാരും ശാരീരിക ബുദ്ധിമുട്ട് ഉള്ളവരും മാളികപ്പുറങ്ങളുമൊക്കെ 18-ാം പടി കൂടുതലായി കയറുന്ന സമയത്ത് ഈ 4000 എന്നുള്ള ശരാശരി കണക്കിൽ കുറവ് വരുന്നുമുണ്ട്. മിനിറ്റിൽ 60 മുതൽ 70 ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിട്ടുന്നതിനുള്ള ഒരു ശ്രമവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്കിന്റെ മണിക്കൂറുകൾ തന്നെ. കാനനപാതയിലൂടെ ധാരാളം ഭക്തജനങ്ങൾ, ശരാശരി 4000 മുതൽ 5000 വരെ ഭക്തജനങ്ങളാണ് സത്രം പുൽമേട് പാതയിലൂടെ എത്തുന്നത്. മണ്ഡലകാലത്ത് കാനനപാതയിലൂടെ അനുഭവപ്പെട്ട ആ തിരക്ക് ഇത്തവണ മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിനു ശേഷം അതേ നിലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. സത്രം പുൽമേട് വഴി രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്താണ്
ഭക്തജനങ്ങളെ കടത്തിവിടുന്നത്. 12 മണിക്ക് ശേഷം ഭക്തജനങ്ങളുടെ വലിയ ഒരു ഒഴുക്ക് ഈ കാനനപാതയിലൂടെ, സത്രം പൊൽമേട് പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്നു. 5000-നടുത്ത് ഭക്തജനങ്ങൾ എല്ലാ ദിവസവും ശരാശരി കാനനപാതയിലൂടെ എത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ 3,65,000-ന് മുകളിൽ 3,70,50,000-നടുത്ത് ഭക്തജനങ്ങൾ ഈ 4 ദിവസമായി മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിന് ശേഷം ദർശനം നടത്തി മടങ്ങി എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. സിവിൽ ദർശനത്തിലൂടെ എത്തിയ ഭക്തരുടെ കണക്ക് കൂടി കൂട്ടുമ്പോൾ അതിനപ്പുറത്തേക്ക് 4 ലക്ഷത്തിന് മുകളിലേക്ക് ഭക്തജന തിരക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ക്രമാനുഗതമായി തന്നെ ഭക്തജന തിരക്ക് ഉയരുന്നതിനുള്ള ഒരു സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മകരവിളക്ക് മഹോത്സവത്തോട് അടുക്കുന്ന ദിവസങ്ങളിൽ കൂടുതലായി എത്തുന്നതിനുള്ള ഒരു സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇനി ജനുവരി 12-ാം തീയതിയാണ് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത്. ജനുവരി 12-ാം തീയതി പുറപ്പെട്ട് വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനുവരി 14-ന് മകരസംക്രമ നാളിൽ വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും. ജനുവരി 14-ന് മകരസംക്രമ നാളിൽ തിരുവാഭരണം ചാർത്തി അയ്യപ്പ ഭഗവാന് ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഏറുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്ന് മിഥുൻ മുള്ളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.